ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. അപ്പോൾ ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ ഒരു ടൈം ഞാൻ അനുഭവിച്ച ഒരു ട്രോമയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞുനാളിൽ ഞാൻ അനുഭവിച്ച ഒരു ട്രോമയാണ് കേട്ടോ. അതായത് എനിക്ക് എത്ര വയസ്സുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഒരു തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമുള്ള അനുഭവമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഓർമ്മ, അതായിരിക്കണം, അത്ര ഏജ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു ടൈം ഞങ്ങളുടെ ഇടയിലോട്ട്, ഞാൻ എൻ്റെ അനിയന്മാരുടെ ഇടയിലോട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അങ്കിള്. ഞങ്ങളുടെ വീട്ടിൽ കുട്ടികളാകുമ്പോഴത്തേക്ക് കുറുമ്പുകൾ കാണിക്കില്ല, അത്യാവശ്യം കുറുമ്പുകളൊക്കെ ഉള്ള കുട്ടികൾ തന്നെയായിരുന്നു ഞാനും എൻ്റെ അനിയനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്, വെള്ളനാട് അവിടെയുള്ള ഒരാളാണ്. മമ്മിയുടെ എന്തോ ഒരു അറിയാവുന്ന പരിചയക്കാരനോ കസിനോ ആരോ ആണ്, എനിക്ക് നല്ല ഓർമ്മയൊന്നുമില്ല. ഓർമ്മയിലുള്ള സ്റ്റോറിയാണ് കേട്ടോ. എന്തെങ്കിലും ഓർമ്മ വന്നിരിക്കുന്ന സംഭവങ്ങൾ മാത്രം ഞാൻ പറയാം. പക്ഷേ ട്രോമ ഇന്ന് തന്നെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്, അന്ന് ഞാൻ അനുഭവിച്ച ആ ട്രോമ. അപ്പോൾ അന്ന് ആ ഒരു ടൈമിൽ ഇയാൾ വന്നിട്ട് പറഞ്ഞായിരുന്നു, കുട്ടികളൊക്കെ നല്ല രീതിയിൽ വളരണം, കുട്ടികൾക്ക് നല്ല ഒരു കെയർ, നല്ല രീതിയിൽ കുട്ടികൾ ഇമ്പ്രൂവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ വളരണമെങ്കിൽ കുട്ടികളെ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വിടുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ബോർഡിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ആ ബോർഡിങ്ങിൽ ഇയാൾ റെക്കമെൻഡ് ചെയ്തു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ എൻ്റെ മമ്മി, കുട്ടികൾ നന്നാവണമെങ്കിൽ നന്നാവട്ടെ, എൻ്റെ അടുത്ത് നിന്നിട്ട് മമ്മിക്ക് നോക്കാൻ പറ്റില്ല, കാരണം 4 പിള്ളേരാണ് ടോട്ടലി. അപ്പോൾ അവർ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നെ എൻ്റെ അനിയനെയും കൂടെ ഇങ്ങനെ ബോർഡിങ്ങിലാക്കാനുള്ള തീരുമാനമായി. അപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മേനെ വിട്ടിട്ട്, എൻ്റെ അനിയന്മാരൊക്കെ ആ ഒരു ഇത് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുക എന്നുള്ളത് നമുക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കൊച്ചുങ്ങളായിരുന്ന സമയത്ത്. അപ്പോൾ എനിക്കത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. അങ്ങനെ ഞങ്ങളെ വെള്ളനാടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉള്ള ഒരു ബോർഡിങ്ങിൽ കൊണ്ടാക്കുകയാണ്. ആ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞുതരാം, അത് എങ്ങനത്തെ ബോർഡിങ്ങാണെന്ന്. സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ബോർഡിങ്ങാണ്. അപ്പോൾ കുറേ പാറകളുടെ മുകളിലാണ് ഈ ഒരു സംഭവം ഉള്ളത്, ഈ ഒരു ഇതുള്ളത്. ആ സമയത്ത് ശക്തിമാനൊക്കെയുള്ള സീരിയലൊക്കെയുള്ള സമയത്ത്, ആ ശക്തിമാൻ്റെ ഒരു ചെറിയൊരു എപ്പിസോഡൊക്കെ ഉള്ള സമയത്തൊക്കെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ബോർഡിങ്ങിലാക്കി, എന്നെ എൻ്റെ അനിയനെയും. അപ്പം അനിയനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയുടെ താഴെയുള്ള ഒരു സ്ഥലത്താണ്, ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ, ഒരു ഹോസ്റ്റൽ പോലെയുള്ള ഒരു സ്ഥലത്താണ് അവൻ ആണുങ്ങളെ കിടത്തുന്നത്. ഞങ്ങളെ ഈ പാറയുടെ മുകളിലുള്ള ഒരു ഷെൽട്ടറിലാണ് ഞങ്ങളെ കിടത്തുന്നത്. പള്ളി വക ഉള്ള ഒരു ബോർഡിങ്ങാണ് കേട്ടോ. അപ്പോൾ സിസ്റ്റേഴ്സ് തന്നെയാണ് നോക്കുന്നത്. കുറേ സിസ്റ്റേഴ്സ്, അവരുടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾക്ക് അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മമ്മിയൊക്കെ കുറേ ഡ്രസ്സും കാര്യങ്ങളും അതും ഇതൊക്കെ തന്നാണ് ഞങ്ങളെ വിടുന്നത്. ഞങ്ങൾ ഭയങ്കര കരച്ചിലായിരുന്നു. രാവിലെ പോയി അവിടെ കൊണ്ടാക്കി, അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമവും, എൻ്റെ വീടും എൻ്റെ ആൾക്കാരെയൊക്കെ വിട്ടുപോയ ആ ഒരു രാത്രി എനിക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ തന്നെ പറ്റില്ല. ഇന്ന് എനിക്ക് ആ ഒരു ട്രോമ എൻ്റെ മൈൻഡിലുണ്ട് ഗൈസ്. അപ്പോൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളെ വീട് വിട്ട് നമ്മളെ അമ്മയും അച്ഛനെ വിട്ടിട്ട് നമ്മൾ എവിടെ പോയി നന്നാവാനാണല്ലേ? അവരുടെ ഒരു പരിചരണത്തിൽ തന്നെയാണ് നമ്മൾ വളരേണ്ടത്. അങ്ങനത്തെ ഉള്ള ഈ ആൾക്കാരൊക്കെ വന്ന് ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കൊനിഷ്ടൊക്കെ ഒപ്പിച്ചിട്ട് പോകുമ്പോൾ കുട്ടികളായ നമ്മൾ ആ സമയത്ത് എന്തൊക്കെ തിങ്ക് ചെയ്യുന്നു അവരാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കൊണ്ടാക്കിയതിന് ശേഷം നമ്മളവിടെ നേരിട്ട കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പാറയിലാണെങ്കിൽ നിറച്ച് പായലാണ്. രാവിലെ നമ്മളെ ഒരു 4:30-3 മണിക്കായി ആവുമ്പോഴത്തേക്ക് നമ്മളെ കുട്ടി എണീപ്പിച്ചിട്ട് ബെല്ലുണ്ട്, ആ പള്ളി വക ബെല്ലുണ്ട്, ആ ബെല്ലടിപ്പിച്ച് നമ്മളെ എണീപ്പിക്കും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ സ്ക്വയറിൽ കെട്ടിയ പണ്ടത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ടാങ്കുകൾ, ആ ടാങ്കിൽ നിറയെ വെള്ളങ്ങൾ ഇങ്ങനെ നിറച്ച് നമ്മൾ ഇടണം. നമ്മൾ തന്നെ വെള്ളം കോരി അതിൽ നിറയ്ക്കണം ബക്കറ്റിൽ. അങ്ങനെ വെള്ളം കോരി നിറച്ചിട്ട് നമ്മൾ കുളിക്കണം. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പള്ളിയിൽ വക ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു റെഡും വൈറ്റും ആണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു സ്ക്വയറുള്ള ഒരു ഫ്രോക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓരോ നമ്പർ, ചെസ് നമ്പർ എഴുതിയിട്ട് നമുക്ക് ആ നമ്പർ വെച്ചിട്ട് ആ തരും. എന്നിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാവിലെ നമ്മൾ ഈ ചർച്ചിൽ പോയി പ്രേ ചെയ്യണം. 4 മണിക്കാണ് സംഭവം. അങ്ങനെ ചർച്ചിൽ പോയി പ്രേ ചെയ്ത് വരിയായിട്ട് കൊണ്ടുവന്ന്, പിന്നെ നമ്മൾ സ്കൂളിലാണോ അവിടെ കൊണ്ടുപോയി അവരെന്നെ തിരിച്ച് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഇതാണ് സംഭവം കേട്ടോ. പക്ഷേ അവിടെ ഞാൻ നേരിട്ട കുറേ ദുരനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറയല്ലോ, രാവിലെ ഇതുപോലെ ഈ സ്കൂളില്ലാത്ത ടൈമിൽ, അല്ലാത്ത അങ്ങനെയൊക്കെ നിൽക്കുന്ന ടൈമിലൊക്കെ നമ്മളവിടെ നന്നായിട്ട് അവർ ടോർച്ചർ ചെയ്യും. കാരണം ഈ പാറയിലുള്ള പായലൊക്കെ അവർ തേച്ചൊരച്ച് കഴിവിപ്പിക്കും. ഈ രാവിലെ ഒരു ചെറിയ തുറപ്പ തരും കേട്ടോ, തുറപ്പിട്ട് ഈ പായൽ തേച്ചൊരച്ച് കഴിവണം നമ്മൾ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ പുട്ടും കടല അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ അനിയനെന്ന് പറഞ്ഞാൽ എൻ്റെ താഴെയുള്ള അനിയൻ പ്രിമീസ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവന് ഞാനും കൂടെ കണ്ടുമുട്ടുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലൊക്കെയാണ്, ഇല്ലെങ്കിൽ ശക്തിമാൻ്റെ സീരിയൽ ഇടുന്ന ടൈമിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇങ്ങനെ മോർണിംഗ് അടുത്ത ദിവസം ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാനും അവന് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞ ഒരു സീൻ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഗൈസ്. എന്നിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്, എന്നാലും മമ്മി ഇവിടെ കൊണ്ട് നമ്മളാക്കിയല്ലോ. അവൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നാലും അവർ നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ, നിനക്ക് അവിടെ എങ്ങനെ? ഞാൻ പറഞ്ഞു, എനിക്കിവിടെ ഉറങ്ങാൻ പറ്റില്ല. അവിടെ ഒരു മെർലിൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു, ഭയങ്കര ശല്യമായിരുന്നു എന്നെ, ഭയങ്കര ടോർച്ചർ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു.
ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ കുട്ടി എൻ്റെ ഡ്രസ്സൊക്കെ അടിച്ച് മാറ്റും, എന്നെ ഉപദ്രവിക്കും, അങ്ങനത്തെ ഉള്ള ഒരു കുട്ടി. എനിക്കിഷ്ടമല്ല അതിനെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ പിഗൊക്കെയാണ് നമുക്ക് തരുന്ന ഫുഡ്. എനിക്കിഷ്ടമല്ലാത്ത സാധനമാണ്. ഞാൻ അതുപോലെ കൊണ്ട് ഇങ്ങനെ തട്ടും, ഇതിനകത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇങ്ങനെ തട്ടും, കരഞ്ഞുകൊണ്ട് തട്ടും. ഒരു വേകാത്ത സംഭവങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കണത്. അങ്ങനെയൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ ഞാൻ അവിടെ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നുവിട്ട ഫുഡായിക്കോട്ടെ, ചെറിയ ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളായിക്കോട്ടെ, എൻ്റെ ഡ്രസ്സുകളായിക്കോട്ടെ എല്ലാം അടിച്ചു മാറ്റി ഞങ്ങൾക്ക് തന്ന സോപ്പ്, എണ്ണ, അതെല്ലാം അവിടുത്തെ നോക്കുന്ന ആൻറ്റിമാരൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് വല്ലവരൊക്കെ യൂസ് ചെയ്ത സംഭവങ്ങളായിരിക്കും തന്നത്. അതിനുശേഷം ഈ ശക്തിമാൻ എന്ന് പറയുന്ന സീരിയൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ പിള്ളേരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ചെറിയൊരു ഹോളിൽ മുകളിലായിട്ട് ആ ഒരു TV വെച്ചിട്ട് നമുക്കത് കാണിച്ചു തരുമായിരുന്നു. ആ ഒരു സമയം മാത്രം തന്നെയാണ് കുറച്ച് അവൻ്റെ കൂടെ എൻ്റെ അനിയൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയത്. പിന്നെ അതിനുശേഷം പിന്നെയും നമ്മൾ ഓരോ പണിയൊക്കെ അടുപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ കൂടെ കടന്നു പോയ ഓരോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മറ്റുള്ള ഒരാളുടെ വാക്ക് കേട്ട് ബോർഡിങ്ങിലോ അവിടെ ഇവിടെയൊന്നും കൊണ്ടുവിടാതെ നിങ്ങളുടെ ഒരു പരിചരണത്തിൽ തന്നെ കുട്ടീനെ വളർത്താൻ ശ്രമിക്കുക. എത്ര കഴിവില്ലെങ്കിലും, എത്ര ആപത്ത് ഘട്ടങ്ങളിലാണെങ്കിലും, എത്ര അവസ്ഥയിലാണെങ്കിലും, എത്ര നന്നാവൂലെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം അവൻ അനുഭവിക്കുന്ന ട്രോമ ഒരിക്കലും വരാതിരിക്കട്ടെ. ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കുറേയൊക്കെ എന്താ പറയുക ഫോൾട്ടൊക്കെ കാണിച്ചത് തന്നെ ചിലപ്പോൾ മേ ബി ഞാൻ ഈ അനുഭവിച്ച ട്രോമയായിരിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആരും തന്നെ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫേസ് ചെയ്തപ്പോൾ അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശോഭ എന്ന് പറഞ്ഞ്, എനിക്ക് ഇങ്ങനെ വീട്ടിൽ വിളിക്കും കേട്ടോ. അവളിങ്ങനെ മമ്മി എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ അവളും കൂടെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അമ്മ അവളെയും കൂടെ അവിടെ ആക്കി. പിന്നെ ഞങ്ങൾ 3 ആളായി അവിടെ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മാറി ഇങ്ങനെ കരഞ്ഞ് മമ്മീനെയൊക്കെ സോപ്പിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ ദേഹത്ത് ശരീരത്തൊക്കെ ചെറിയ ഈ എന്താ പറയുക ഈ പോലത്തുള്ള അസുഖങ്ങളൊക്കെ ആയി ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവരാണ് എടുക്കുന്നത്. മമ്മി നമ്മളെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ ഏതോ ഒരു കൊച്ചിൻ്റെ ട്രൗസർ അത്രയും ഇങ്ങനെ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പറഞ്ഞ രംഗമാണ് എടുക്കുന്നത്. പിന്നെ ഒരു ചിരി പോലെ പറയുകയാണെങ്കിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വേഴ്സ്റ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു അത്. സത്യമായിട്ടും നിങ്ങളിങ്ങനെ ചെയ്യാണ്ടിരിക്കും നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത്. എനിക്കിത്രേ പറയാനുള്ളൂ. ആ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. രാത്രിക്ക് ഞാൻ കരഞ്ഞ് ഉറങ്ങാതിരുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഈ ഒരു ട്രോമ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.